ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിറ്റി ചാക്കോ. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളുങ്ങുന്ന കണ്ണാടിയിൽ നിന്നാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ പ്രത്യക്ഷീണ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 സെപ്റ്റംബർ 20 ആയിരുന്നു. ഞാൻ പ്രധാനമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ MSWനായിരുന്നു പഠിച്ചിരുന്നത്. MSWയിൽ ഒരു വിഷയം 2 തവണ എഴുതിയിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. 1 മാർക്കിനായിരുന്നു ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ടും പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതും 1 മാർക്കിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയിരുന്നു. ഞാൻ എൻ്റെ ആൻറ്റി വഴിയാണ് കൃപാസനത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. എക്സാം നവംബർ 6 ആയിരുന്നു. 6 മുന്നേ 2 ദിവസം മുന്നേ ആയിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശുകയും കാശ് രൂപം കയ്യിൽ വെച്ച് തരികയും ചെയ്തു. ഞാൻ ആ കാശ് രൂപമായിട്ട് നവംബർ 6 എക്സാമിന് പോയി. എക്സാമിന് ഒരു 15 മിനിറ്റിന് മുന്നേ ആയിട്ട് ഞാൻ അച്ഛന് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്ക് ഞാൻ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു. ആ എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആ ടോക്ക് കേട്ടുകൊണ്ടാണ് പരീക്ഷാ ഹാളിൽ കയറിയത്. എന്തെന്ന് പറയട്ടെ, ഇതിന് മുന്നേയുള്ള പരീക്ഷകളിൽ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പരീക്ഷയിൽ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് ഞാൻ പരീക്ഷ എഴുതി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണവും ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥനയിലിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്ക് മഴവില്ലിൻ്റെ സാന്നിധ്യം കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞാൻ പരീക്ഷ പാസ്സാകും, എൻ്റെ റിസൾട്ട് വരാറായെന്ന്. ആ 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ പരീക്ഷ റിസൾട്ട് വന്നു. ഞാൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് 36 മാർക്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു. മാതാവിനോട് ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, വേറെ ആരും എൻ്റെ പേപ്പർ നോക്കണ്ട, മാതാവ് മാത്രം എൻ്റെ പേപ്പർ നോക്കി എന്നെ വിജയിപ്പിച്ചാൽ മതിയെന്ന്. ഈ വിജയം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 2ാമത്തെ നിയോഗമാണ് എനിക്ക് അമ്മ സാധിച്ചു തന്നത്. എൻ്റെ കാലിൽ 2 വർഷമായിട്ട് എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു. കാലിൽ ഭയങ്കര വേദനയും പപ്പടം പൊളിയുന്ന പോലെ തൊലി ഫുള്ളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. കാലിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. ഞാൻ കാലിലെന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യവും കൂടെ എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. അത് എൻ്റെ തലയിൽ മുടി വട്ടം ശരിക്കും മുടി കൊഴിഞ്ഞു പോവുമായിരുന്നു. ഇത് കാണുമ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തില്ലേ, മാതാവ് കൂടെയുണ്ട്, അമ്മ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പിന്നെ അമ്മേൻ്റെ തലയിൽ നോക്കിയപ്പം ആ പോയ സ്ഥലത്ത് മുടി നല്ലപോലെ വളരുവാൻ തുടങ്ങി. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം എല്ലാ വീടുകളിലും അതുപോലെ തന്നെ കൊടുക്കാത്ത വീടുകളിലും കൊണ്ട് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത് പാവങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുവാനും സാധിച്ചു. വിശുദ്ധ കുംഭസാരം നടത്തുവാനും സാധിച്ചു. നമ്മൾ അമ്മയോട് ചേർന്ന് നിന്നാൽ നമ്മളെ ഒരിക്കലും അമ്മ നമ്മളെ കൈവിടില്ല. അമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇനി എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനാണ് എൻ്റെ തീരുമാനം. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91:15
അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. മിറ്റി ചാക്കോ എന്ന ഈ മകൾ തൻ്റെ MSW പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഒരു പരീക്ഷ വിജയിക്കുവാൻ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് അമ്മയെ ഏൽപ്പിക്കുമ്പോൾ അമ്മ മാതാവ് ആ പരീക്ഷകൾ വിജയിക്കുന്നതിന് വേണ്ടി പ്രത്യേകമാവിധം സഹായിച്ചത്. അതിനെ മകളെ ഏറെ സ്വാധീനിച്ചത് അച്ഛൻ്റെ ധ്യാനങ്ങളാണ്. ഡെയിലി ബ്രെഡിലുള്ള വചന സന്ദേശം, ഉടമ്പടി ധ്യാനത്തിലുള്ള വചന സന്ദേശം നമുക്ക് ഈ നാളുകളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവവചന ശുശ്രൂഷയാണ് അച്ഛനിലൂടെ കൈമാറപ്പെടുന്നത്. അതൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയുള്ള അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും ശേഖരിച്ചു കൊണ്ടുള്ള ഒരു വചന ശുശ്രൂഷയല്ലത്. വിശുദ്ധ ഗ്രന്ഥം ഒഴികെ മറ്റൊന്നും അച്ഛൻ ഒരിക്കലും നോക്കാറില്ല. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനത്തെ ആത്മീയമായി തമ്പുരാനും അമ്മ മാതാവും നൽകുന്ന സന്ദേശങ്ങളെ ജീവിതങ്ങളോട് ചേർത്ത് വെച്ച് നമ്മളോട് പങ്കുവെക്കുന്നതാണ് അച്ഛൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതും കൊത്തിവലിക്കുന്നതും തുളച്ചു കയറുന്നതും ജീവിതത്തെ നവീകരിക്കുവാൻ തക്കവിധം നമ്മളെ സ്വാധീനിക്കുന്നതുമാണ്. നമുക്കത് എത്ര ചെവിയടച്ച് ചില കാര്യങ്ങൾ കേൾക്കേണ്ടെന്ന് വെച്ചാൽ പോലും നമ്മുടെ ആത്മാവിനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കാണുവാൻ പറ്റും. മകൾ പറഞ്ഞു, ആവർത്തിച്ച് പരീക്ഷ എഴുതുന്നവരെക്കുറിച്ച് അച്ഛനൊരു സന്ദേശം പറയുമ്പോൾ ഞാനത് പ്രത്യേകമാവിധം സേവ് ചെയ്ത് പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാനത് കേട്ടിട്ടാണ് കയറിയത്. അതൊരു പ്രത്യേകമായി വിശേഷവിധിയായി മകൾ ചെയ്തൊരു പ്രവൃത്തിയാണ്. ആ കയറുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ ദൈവിക പ്രചോദനത്താൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സന്ദേശത്തെ ഒരിക്കൽ കൂടി അമ്മയിൽ ആശ്രയിച്ച് ഈശോയുടെ വചനം കേട്ടുകൊണ്ട് ഞാൻ എഴുതുവാൻ പോകുന്ന പരീക്ഷയെ മുഴുവനായി സമർപ്പിക്കുന്നത്. മകൾ പറയുന്നു, ആ വചനം കേട്ട് ഞാൻ അകത്തേക്ക് കയറിയതും പരീക്ഷ എനിക്ക് കുഴപ്പമില്ലാതെ പോയി. അതുമാത്രമല്ല, ആ പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് അമ്മ മാതാവ് കൃത്യമായി അടയാളങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. സാന്നിധ്യ അനുഭവങ്ങൾ അത് മഴവില്ലായി നൽകിക്കൊണ്ടിരുന്നു, തിരിയിൽ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അമ്മ കൂടെയുണ്ട്. നീ നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് പരാജയപ്പെട്ടതെല്ലാം ഇവിടെ ദൈവകൃപയാൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നുവെന്ന സന്ദേശം മകൾക്ക് തുടർച്ചയായി നൽകിയതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അവൾ ഏറ്റുപറഞ്ഞതും എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ ദൈവശക്തിയാൽ എൻ്റെ പരീക്ഷ എഴുതി വിജയിക്കുവാൻ എൻ്റെ അമ്മ മാതാവിനെ സഹായിച്ചുവെന്ന്. 2 ശാരീരികമായ രോഗക്ലേശത്തെക്കുറിച്ചും മകൾ സൂചിപ്പിച്ചു. ആ രോഗക്ലേശങ്ങളിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും തനിക്ക് ഔഷധവും ലേപനവുമായി മകൾ സ്വീകരിക്കുകയും അതിലൂടെ ആ 2 രോഗക്ലേശങ്ങൾക്കും പൂർണ്ണമായ സൗഖ്യം നേടിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. കാരണം കർത്താവിൻ്റെ വചനം കൊണ്ട്, കർത്താവിൻ്റെ സ്പർശനം കൊണ്ട്, കർത്താവിൻ്റെ നോട്ടം കൊണ്ട് രോഗങ്ങൾ സൗഖ്യപ്പെടുന്നത്, ജീവിതങ്ങൾ തിരിച്ചു വരുന്നത്, മനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നത് വചനം നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെ ഇന്നും ജീവിക്കുന്ന കർത്താവ് അവനിൽ പൂർണ്ണമായി ശരണപ്പെട്ട് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സൗഖ്യമായി, സംരക്ഷണമായി, സമൃദ്ധിയായി, ജോലിയായി, വിജയമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മകളുടെ അമ്മ മാതാവിൽ അടിയുറച്ച ശരണവും വിശ്വാസവും ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പൂർണ്ണമായി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള മകളുടെ കഴിവും, ദൈവം എനിക്ക് മതിയായവൻ, എൻ്റെ ഈശോ എനിക്ക് വേണ്ടതൊരുക്കി തരുമെന്ന പ്രത്യാശയോടുകൂടിയുള്ള മകളുടെ ജീവിതം, അതിന് മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.